JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യൂണിവേഴ്സിറ്റി LGSന്റെ ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അല്ലേ. 2321 പേരാണ് മൊത്തം ഷോർട്ട് ലിസ്റ്റ് ഉള്ളത്. അതിനകത്ത് 1099 പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത്. മറ്റ് സപ്ലിമെന്റ് ലിസ്റ്റും എല്ലാം കൂടെ കൂട്ടിയാണ് 2321 പേര് മൊത്തം ലിസ്റ്റിലുള്ളത്. പക്ഷേ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഇത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ട് ലിസ്റ്റ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾ PSCയിലേക്ക് സമർപ്പിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് വിപുലീകരിക്കും. ഏകദേശം ഒരു 2000 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന, മെയിൻ ലിസ്റ്റിൽ തന്നെ 2000 പേര് ഉണ്ടാകും എന്നുള്ള ഒരു രീതിക്ക് ഷോർട്ട് ലിസ്റ്റ് വരുമെന്നാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത് വളരെ കാലം കൂടി നടത്തിയ ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ 2,23,000 പേര് പ്രാഥമിക പരീക്ഷ എഴുതുകയും 50,000-ന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ മെയിൻ പരീക്ഷ എഴുതുകയും ഒക്കെ ചെയ്ത ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ ഉണ്ടായിരുന്നു. ലിസ്റ്റ് വരുമ്പോൾ, ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ധാരാളം വിപുലീകരിച്ച് ഉള്ള ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും വരുന്നത് എന്നാണ് പല ഉദ്യോഗാർത്ഥികളും വിശ്വസിച്ചിരുന്നത്. അതിനനുസരിച്ച് വേണ്ടല്ലോ ലിസ്റ്റ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ അടിസ്ഥാനമാക്കി ധാരാളം ഉദ്യോഗാർത്ഥികൾ PSCയിലേക്ക് അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെ വിഷമം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സർവകലാശാലകളിലെ 8 സർവകലാശാലകൾ മാത്രമാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത്. അതും 213 ഒഴിവുകളാണ് ആകെ ഉണ്ടായിരുന്നത്. 5 സർവകലാശാലകൾ ഇനിയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. നിലവിൽ 213 ഒഴിവുണ്ട്. അതിന്റെ 5 മടങ്ങോളം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ കൂടുതൽ ഒഴിവുകൾ ഉണ്ടായാൽ മാത്രമേ ലിസ്റ്റ് വിപുലീകരിച്ചുണ്ടാകൂ എന്നുള്ളതാണ് സാധാരണഗതിയിൽ PSCയുടെ റൂൾ അനുസരിച്ച് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ലിസ്റ്റ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ചാൽ നിങ്ങൾക്ക് ലിസ്റ്റ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഷോർട്ട് ലിസ്റ്റ് വന്ന് ഏകദേശം ഒരു 3 മാസത്തോളം കാലാവധി എടുക്കും റാങ്ക് ലിസ്റ്റ് വരാൻ. കൂടാതെ കോടതിയിലെ കേസും കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നതിനാൽ നിലവിലെ അഡ്വൈസ് ഒക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് കോടതിയുടെ തീരുമാനത്തിന് ശേഷം, വിധിക്ക് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പരിശ്രമിച്ചാൽ, നിങ്ങൾക്ക് കൂടുതൽ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ചാൽ, ഷോർട്ട് ലിസ്റ്റ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിക്കൽ കൂടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ ഒഴിവുകൾ ഇനിയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരാനുണ്ട്. അങ്ങനെയുള്ള ഒഴിവുകളെല്ലാം തന്നെ നിങ്ങൾ വിവരാവകാശം വഴിയൊക്കെ തന്നെ അറിഞ്ഞാൽ PSCയെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് അറിയാനുള്ള വഴി, ഒരു സംവിധാനം ഇല്ല എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്നതാണ്. നമ്മൾ PSCയിലെ ഡിപ്പാർട്ട്മെന്റുകൾ തലത്തിൽ പോയി ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് PSC അതിനനുസരിച്ചുള്ള ലിസ്റ്റുകളിലെ വിപുലീകരണം ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയം അതിക്രമിച്ചിട്ടില്ല. നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥിയും ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയ ഒരു തസ്തിക ആയതിനാൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയും ആയിരുന്നു. അതുകൂടാതെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഏജ് ഓവർ ആയി പോകുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കെല്ലാം തന്നെ ഒരു പ്രയോജനം ലഭിക്കട്ടെ എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ PSCയിലേക്ക് ഇനിയും ഈ ലിസ്റ്റ് ഒരിക്കൽ കൂടി ഒന്നുകൂടി റിന്യൂ ചെയ്ത് വിപുലീകരിച്ച് പുറത്തിറക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ അത് മാത്രമല്ല, റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. കൂടുതൽ ഒഴിവുകൾ വന്നാൽ ലിസ്റ്റിൽ വന്നാൽ എല്ലാവർക്കും ജോലി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്രദമായ രീതിയിൽ അത് നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.